നോക്കൂ, ആദ്യം വ്യക്തിപരമായി എനിക്കെതിരെ പറഞ്ഞ കാര്യം ദ ഒറിജിൻ ഓഫ് ദ ഫാമിലി പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് ദ സ്റ്റേറ്റ് 1884 ലെനിനല്ല എംഗൽസ് എഴുതിയ പുസ്തകമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് മനോഗമസ് ഫാമിലി അറോസ് നോട്ട് ഔട്ട് ഓഫ് ദ ലവ്, അതായത് ഏകഭാര്യത്വമുള്ള കുടുംബം സ്നേഹം അല്ലെങ്കിൽ പ്രേമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ല, മറിച്ച് അത് സ്ത്രീകളെ നിയന്ത്രിക്കുവാനും സ്വത്തവകാശം പുരുഷന് തൻ്റെ അടുത്ത തലമുറയിലേക്ക് മാറ്റുവാനുള്ള ബൂർഷ്വാ വർഗത്തിൻ്റെ ഏക സ്വരൂപം മാത്രമാണ്, അത് തകർക്കേണ്ടതാണ് എന്നുമാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ലെനിൻ എന്ന് പറഞ്ഞു, തെറ്റി. അത് അദ്ദേഹത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ ആദർശപരമായ പിതാവ് കാൾ മാർക്സിന്റെ മാത്രമാണുള്ളത്. അപ്പോൾ അതിനേത് അംഗീകരിക്കുമോ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ഏകഭാര്യത്വമല്ല, കുടുംബമല്ല, പിന്നെ കമ്മ്യൂണുകളായിട്ടും ഞാൻ ബാക്കി കാര്യം ഞാൻ ഒറ്റ കാര്യം പറഞ്ഞേ. അടുത്തത് ഗുരുജി ഗോൾവർക്കറിനെ കുറിച്ച് താങ്കൾ ഇത്ര കാര്യമായിട്ട് പറഞ്ഞല്ലോ. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹം ലോക്സഭയിലും രാജ്യസഭയിലും അംഗമല്ലാത്ത ഏക വ്യക്തിയെക്കുറിച്ചിട്ട് അന്ന് ഇന്ദിരാഗാന്ധി എന്തിനാണ് അന്ന് ലോക്സഭയും രാജ്യസഭയും നിർത്തിയിട്ട് പ്രമേയം അവതരിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ആത്മശാന്തി നേരുകയൊക്കെ ചെയ്തത്, അന്ന് സഭ പിരിച്ചുവിട്ടത്? അപ്പോൾ ഇത്തരത്തിലുള്ള കീഴ്വഴക്കങ്ങൾ ആ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. രണ്ട്, താങ്കൾ ഈ സവർക്കറെ ഭാരതാംബയെ അംഗീകരിക്കണോ എന്നുള്ള ചോദ്യത്തിൽ അങ്ങയുടെ പോയിന്റ് എന്താണ്? ഞാൻ ഒരു മിനിറ്റ് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയുള്ളൂ. ഹിന്ദു മഹാസഭയെ അന്ന് പിന്തുണച്ചപ്പോൾ സവർക്കർ അടക്കമുള്ള ഹിന്ദു മഹാസഭ EMSന്റെ മന്ത്രിസഭയെ 356 പ്രകാരം നെഹ്റു പിരിച്ചുവിട്ടപ്പോൾ അതിനെ പിന്തുണച്ചപ്പോൾ VR കൃഷ്ണയ്യർ അതിനെ പിന്തുണച്ചുകൊണ്ട് നന്ദി അറിയിച്ചുകൊണ്ട് വീര സവർക്കർക്ക് കത്തെഴുതിയത് VR കൃഷ്ണയ്യരുടെ പുസ്തകത്തിലുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ വീര സവർക്കറെ നിങ്ങൾക്ക് പിന്തുണയ്ക്കാമായിരുന്നു. നിങ്ങൾ പിന്തുണച്ചിട്ടുമുണ്ട്. നിങ്ങൾ ഓരോരോ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോരോ കാലഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരല്പം വോട്ട് കിട്ടാൻ വേണ്ടി ഇവർ കുടുംബത്തെ, അമ്മ, അതല്ലെങ്കിൽ കാവ്യ പതാക എല്ലാം നിങ്ങൾ മാറ്റി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സവർക്കറെ മാറ്റി പറഞ്ഞിട്ടുണ്ട്, ഗുരുജിയെ മാറ്റി പറയും. നിങ്ങൾ ബാക്കി കുറച്ച് കളയുമ്പോൾ 10 വോട്ട് കിട്ടാൻ വേണ്ടി ഇതെല്ലാം നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്യും. ഞാൻ അതുകൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയമായ ഇത്തരം തീരുമാനത്തെ വലിയ കാര്യമാക്കി എടുക്കുന്നില്ല. ചോദ്യത്തിന് ഉത്തരമില്ല. PR ശിവശങ്കർ, നിങ്ങൾ പറഞ്ഞതൊക്കെ പച്ചക്കള്ളാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ത്രിവർണ്ണ പതാക 1947 മാത്രം പറഞ്ഞ ഒരു പതാകയാണ്. ഈ രാജ്യത്തിനൊരു ചരിത്രമുണ്ടെന്നും ഈ രാഷ്ട്രത്തിന് വലിയ ചരിത്രമുണ്ടെന്നും ഇന്ന് ശിവരാജൻ അതാണ് വിളിച്ചു പറഞ്ഞത്. ശിവരാജന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. BJPയുടെയും ജനസംഘത്തിന്റെയും ആദ്യകാല നേതാക്കള്, ഈ നെഹ്റുവിന്റെ മന്ത്രിസഭയിലായിരുന്ന നേതാക്കൾ, അദ്ദേഹം എല്ലാം കൊടി പിടിച്ചുകൊണ്ട് ഈ സമരത്തിൽ വന്നതും ഡോക്ടർ ഹെഡ്ഗേവാറിനെ സമരം ചെയ്ത് അറസ്റ്റ് ചെയ്തപ്പോൾ തിരിച്ചു വന്ന് നെഹ്റുവിന്റെ അച്ഛൻ പോയി സ്വീകരിച്ചതൊക്കെ ഈ പതാകയുടെ കൂടെ നിന്നിട്ടാണ്. 1921 മുതൽ 25 വരെ കോൺഗ്രസിലുണ്ടായിരുന്ന ഡോക്ടർ ഹെഡ്ഗേവാർ. നെഹ്റുവിന്റെ പുസ്തകം വായിച്ചു നോക്ക്. അന്നും അവിടെ കൊടിയുണ്ടായിരുന്നു. ഇതേ കൊടി തന്നെയായിരുന്നു ഹെഡ്ഗേവാറിനെ സ്വീകരിച്ചപ്പോൾ. ഞങ്ങൾക്കൊരു കൊടി ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ഈ രാജ്യത്തിന് ഒരു ദീർഘകാല ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ ഇത്തരം ഉണ്ടായിരുന്നു. അത് വിവേകാനന്ദനടക്കം, മഹാത്മാഗാന്ധി അടക്കം, അരവിന്ദ് ഘോഷ് അടക്കം ചരിത്രപരമായി ഇത്തരം സ്മൃതികളെ, രീതികളെ നിങ്ങൾ ഏത് കാലഘട്ടത്തിലും ന്യായീകരിച്ചിരുന്നു, ഒരു സംശയമില്ല. ഉത്തരമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാതെ ഞാൻ എന്ത് ചെയ്യാനാ? ചരിത്രം അറിയണം. 1947 അല്ലല്ലോ ഇന്ത്യയുടെ ചരിത്രം തുടങ്ങുന്നത്. ആ ചരിത്രത്തിൽ സങ്കല്പങ്ങളും കൊടികളും എല്ലാമാണ് നമ്മൾ ഒരുമിച്ച് നിർത്തിയിട്ടുള്ളത്. ചരിത്രത്തിൽ നിങ്ങൾ ഇല്ലല്ലോ. അതുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. കാവിക്കൊടിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടിയുമില്ല. ആര് പറഞ്ഞു മറുപടി ഇല്ല? ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ കാവിക്കൊടിയും അംഗീകരിക്കുന്നു. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്ഥലമല്ല രാജ്ഭവൻ. രണ്ട് കാര്യം നിങ്ങളുടെ പാർട്ടി കാര്യാലയത്തിലാകാം. എന്റെ അവസരമാണ്. അങ്ങ് എത്രയോ സമയമാണ് എടുത്തത് ശിവശങ്കർ? ഒരു മിനിറ്റ്. പിന്നെ സ്മൃതി, ഈ കുടുംബ സ്വകാര്യ സ്വത്ത് പറഞ്ഞോണ്ട് ഇപ്പം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കുടുംബത്തോട് സ്നേഹം ഇല്ലാത്തതല്ല ഈ നാട് നേരിടുന്ന പ്രശ്നം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വമ്പിച്ച കുടുംബസ്നേഹമാണ്. അതിനുവേണ്ടി നടത്തുന്ന വഴിവിട്ട നീക്കങ്ങളാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. നമ്മൾ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആയ കാര്യങ്ങൾ പറഞ്ഞില്ല. പിന്നെന്താ പറഞ്ഞത്? വന്ദേ ഭാരതവും ദേശീയ ഗാനോ, ഇന്ത്യയുടെ സുപ്രീം കോടതി അതും പരിശീലിച്ചതിൻ്റെ അശ്വിൻ കുമാർ ഉപാധ്യായ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആ കേസിൽ പറഞ്ഞത് വന്ദേ മാതരം നാഷണൽ സോങ് ആണ്, അത് മൗലികമായ ബാധ്യതകളുടെ ഭാഗമല്ല. ദേശീയ ഗാനത്തിൻ്റെ പ്രിവിലേജ് ദേശീയ ഗീതത്തിൽ
രാജ്യത്തിനില്ല. ഇതൊക്കെ സുപ്രീം കോടതി ഖണ്ഡിതമായി പറഞ്ഞ കാര്യങ്ങളാണ് ശിവശങ്കർ. നിങ്ങൾ ഈ ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കുക. എന്നിട്ട് വേണ്ടത് ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ച ഈ രാജ്യത്തിൻ്റെ പ്രതീകങ്ങളുണ്ട്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ പതാകയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ ഗാനമാണ്. അത് മാറ്റുമെന്ന് നിങ്ങളുടെ ഒരാൾ പ്രസംഗിക്കുക. എനിക്ക് ഏറ്റവും കൗതുകരമായി തോന്നിയത്, പുസ്തകം വായിച്ചതിന് UAPA കേസെടുക്കുന്ന കേരളത്തിൽ ഇത് പറഞ്ഞ ആൾക്കെതിരെ ഇതുവരെ ഒരു UAPA ആയിട്ടൊരു പരാതി കിട്ടി, അതിൻ്റെ മേലെ FIR ഇല്ല, UAPA ഇല്ല, ഒന്നുമില്ല. യഥാർത്ഥത്തിൽ കുടുംബമില്ലാത്തതല്ല, കുടുംബ സ്നേഹത്തിന് വേണ്ടി പിണറായി വിജയനും RSSും തമ്മിൽ നടത്തുന്ന ഒത്തുതീർപ്പാണ് പ്രശ്നം. അതിന്റെ പഴുതിലൂടെ രാജ്ഭവനിലേക്ക് സ്മൃതി ഈ ഉന്മാദ ദേശീയത കടന്നു വരുന്നു. ശരി, ഇപ്പോൾ ദേശീയ പതാകയെ അപമാനിച്ച ശിവരാജിനെതിരെ ഇതുവരെ എന്താണ് കേസെടുക്കാത്തതെന്ന ചോദ്യമാണ് സഞ്ജീവ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.